ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇത് കണ്ടോ നിങ്ങൾ? ഞാനൊരു പുതിയ കണ്ടുപിടുത്തമാണിത്. മീൻകാരടുത്തുനിന്ന് എന്താ പറയുക, വേസ്റ്റ് മീനും പഴകിയ മീനും ഒക്കെ കൊണ്ടുവന്നിട്ട് ബക്കറ്റിലിട്ടിട്ട് ലായനി ആക്കണത്. അപ്പോൾ ഇത് ഏതാണ്ട് ലായനി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒരു 4-5 ദിവസമായി ഇത് വെച്ചിട്ട്. അപ്പോൾ ഫിഷാമീനോ നമ്മൾ തന്നെ ഉണ്ടാക്കുക. കാരണം മീൻ കടയിലൊക്കെ വേസ്റ്റുള്ള ചീഞ്ഞ ഒഴിവാക്കി മീനും അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 4 ലേശം വെണ്ണീർ ഇട്ട് കൊടുത്ത് പുഴു വരാതിരിക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ 2 നേരം വന്ന് ഇളക്കും. ഇളക്കി ഇപ്പോൾ എന്തായി, ഫിഷാമിനോ വളരെ നല്ലൊരു ലായനിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒക്കെ എല്ലും മുള്ളൊക്കെ വേറെയല്ല, ഒക്കെ ഉണ്ടാ മുള്ളുകളൊക്കെ വേറെ ആയിട്ടുണ്ട്. അതിൻ്റെ ദശകളൊക്കെ തന്നെ എന്തായി, എന്താ പറയുക, ലയിച്ച് വെള്ളത്തിൽ ചേർന്ന് അതിൻ്റെ കണ്ട വേസ്റ്റുകൾ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലും കൂടെ ഞാനൊരു ലായനി കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊന്നും തന്നെ എല്ലാവർക്കും അത് കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ സഹിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്താ ചെയ്യാം, നമുക്ക് നല്ല പച്ചക്കറികളൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ വെറുതെ കിട്ടുന്ന സാധനം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥാപനത്തിലേക്ക് ഒന്നും മീൻ കൊണ്ട് തരുന്നതല്ലേ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, മീനിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ കൊണ്ട് ഇത് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അടിപൊളി പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുഴു കാര്യങ്ങളൊന്നും വരില്ല. 2 നേരം ഇളക്കി കൊടുക്കുക. അത് കൊണ്ടുവന്നിട്ട് ബക്കറ്റിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് വെണ്ണീർ ഇട്ടിട്ട് നന്നായിട്ട് 2 നേരം ഇളക്കുക. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, നല്ലൊരു ലായനി ആയിട്ടില്ലേ. ഈ ലായനി ഡൈലൂട്ട് ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അയ്യോ ഞാനോ വെച്ചിട്ട് കൊണ്ട് പോരും. അപ്പോൾ ചിരങ്ങിയും പടവലങ്ങയൊക്കെ നന്നായിട്ട് പൂവിട്ട് കായ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പുതിയ കണ്ടുപിടിച്ചത്. ഇത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇത് മുമ്പ് ആരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണം. ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ലായനികളൊക്കെ 1 ഉറുപ്പികയും ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വളമാണ്, ലായനിയാണ്. ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ ഡൈലൂട്ട് കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പച്ചക്കറികൾ, നല്ല പുഷ്ടിയോട് കൂടിയുള്ള പച്ചക്കറി, നല്ല പുഷ്ടിയുള്ള പച്ചക്കറികൾ കഴിക്കാം. ഇപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ മകളും മകനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വേറെ കുട്ടികൾ കൂടെ. അപ്പോൾ ഞാൻ കോവൽ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഉപ്പേരി മാത്രമേ കഴിച്ചോളൂ. ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു കോവക്കുപ്പേരി ഞാൻ കഴിച്ചിട്ടില്ല മമ്മ. കാരണം നമ്മൾ പറിച്ചെടുക്കുന്നു ഓൾറെഡി, അപ്പോൾ തന്നെ ആൻറ്റി ഓക്സൈഡ് പോലെ നഷ്ടപ്പെടാതെ നമ്മൾ ഉണ്ടാക്കുന്നു കഴിക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു വളമൊന്നും ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും പച്ചക്കറിയായി ബന്ധപ്പെട്ട് എന്ത് സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് വളമൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഇതുപോലെ നല്ലൊരു രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരേക്കും ഈ ഒരു ഇത് തരുന്നത്. അപ്പോൾ എല്ലാവരും കൊണ്ട് പറ്റുകയാണെങ്കിൽ എല്ലാവരും ചെയ്തിട്ട് നല്ല നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.